അണിയുന്നുണ്ടോ, എവിടെയൊക്കെ ആളുകൾ വേദനപ്പെടുന്നുണ്ടോ, അവിടെയൊക്കെ ഗുരുവും ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങളും എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ പെരുങ്ങോട്ടുകരയിൽ എത്തുമ്പോൾ മനുഷ്യൻ്റെ അന്നത്തെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് മൃഗതുല്യമായി ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ആ ഭഗവാന്റെയും ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങളുടെയും പാദം പതിയുന്നുണ്ട്. 2 വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ദേവീ വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭയാനകമായ ഒരു മൂർത്തി. ആ ദേവിക്ക് മുന്നിൽ അതായത് ജീവികളെ ബലി നടത്തിയിരുന്നു. 200ഓളം കോഴികളെയൊക്കെയാണ് ഒരു ദിവസം അറുത്തിരുന്നത്. ഈശ്വര സങ്കല്പത്തിന് പൂജ കൊടുത്തിരുന്നത് മാംസവും രക്തവും മറ്റ് എന്താ പറയുക മദ്യവും ഒക്കെയാണ്. അങ്ങനെ അനാചാരം ഇതൊക്കെ ഭക്ഷിച്ചും ഇതൊക്കെ ഒഴിച്ചും എന്താണോ കൊടുക്കുന്നത്, നമ്മൾ ഈശ്വരന്റെ മുമ്പിൽ പ്രസാദമായി കൊടുക്കുന്നത് നമുക്കിഷ്ടമുള്ള വസ്തുക്കളാണ്. അത് നമ്മൾ പ്രസാദമായി തിരിച്ചു വാങ്ങി ഭക്ഷിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ചോര കൊടുത്താൽ മാംസം കൊണ്ടുപോയി ഭക്ഷിക്കാം, ചിലപ്പോൾ ചോരയും കുടിക്കുന്നുണ്ടാവും പ്രസാദമായിട്ട്. ആലോചിച്ച് നോക്കൂ, ഗുരു പറഞ്ഞു ഈശ്വരന് സമർപ്പിക്കേണ്ടത് മാംസവും രക്തവും ഒന്നുമല്ല, അവനവൻ്റെ മനസ്സാണ് സമർപ്പിക്കേണ്ടത്. ആലോചിച്ച് നോക്കൂ, നമുക്ക് പലപ്പോഴും കണ്ണുനീര് വന്നു പോകും. കാരണം ഇങ്ങനെ പറയാൻ ഒരു ഗുരു ഇറങ്ങി വരണ്ടേ? ആ സമൂഹത്തിലേക്ക് ഇങ്ങനെ വരാൻ ഒരു ഗുരുവും ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങളും എത്തിയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പൂർവികരിൽ ഇതൊക്കെ സ്ഥാപിച്ച് നമുക്കിന്ന് ഒരുമിച്ചിരിക്കാൻ പറ്റുമായിരുന്നു. ഗുരു പറഞ്ഞു, അതായത് ദൈവങ്ങളുടെ മുന്നിൽ പാവപ്പെട്ട സാധുക്കളായ ജീവികളുടെ ദീനരോധനങ്ങളല്ല മുഴങ്ങേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഇവിടെ ജന്തുബലി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഗ്രഹങ്ങൾ ഇളക്കി മാറ്റിയിട്ട് അവിടെ ഇനി ജന്തുബലി നടത്തരുതെന്ന് വിലക്കി. കാരണം പറഞ്ഞത് ഗുരുവാണ്. ഒരു വാക്കുകൾക്ക് എതിർവാക്കുകളില്ല. അതായത് ഒരു പരമ്പര തന്നെ ശരീരം സ്വീകരിച്ചെത്തിയതാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ തിരിച്ചൊന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊന്നും പറയാൻ ആരുടെയും നാവ് പൊങ്ങില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പുണ്യമായി തീർന്ന ആ സ്ഥലത്തേക്ക് ശ്രീരംഗദാസ സ്വാമികളെ സമർപ്പിച്ചിട്ട് ഗുരു ഇവിടുന്ന് സഞ്ചരിച്ച് നീങ്ങുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഒന്നുമേ ഇല്ല. ആ സ്ഥലത്ത് വന്നിട്ട് ആശ്രമം മുതൽ സങ്കേതങ്ങളെല്ലാം ഒരുക്കി ആ നാടിനെ അതായത് ശ്രേഷ്ഠമാക്കുന്നതിൽ ആ ശ്രീരംഗദാസ സ്വാമികളെ അവിടെ ഡ്യൂട്ടി ഏൽപ്പിച്ചു പോയി. നമ്മളൊരു ജോലിക്ക് വരുമ്പോൾ ഓഫീസ് മുറി വേണം, അതുപോലെ അതിന് തക്കതായ സംവിധാനങ്ങളെല്ലാം വേണം, കിടക്കാനുള്ളത് വേണം, ടോയ്ലറ്റ് വേണം, ഒക്കെ വേണം അല്ലേ. പക്ഷെ ശിഷ്യഗണങ്ങൾ ഇവിടെ വന്നാൽ അതെല്ലാം അവരിവിടെ ഉണ്ടാക്കിയെടുക്കണം, ഇവിടെ പുണ്യാലയമാക്കി മാറ്റണം. അങ്ങനെ നിരവധിയായ കർമ്മങ്ങൾ അവരുടെ മുന്നിലുണ്ട്. കാരണം അവർക്ക് കർമ്മമില്ല, അവരൊന്നിനു വേണ്ടിയല്ല ജീവിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ശ്രീരംഗദാസ സ്വാമികൾ നമുക്കറിയാം മാരായമുട്ടത്തെ കൊച്ചു തമ്പുരാനാണ്. പേര് കേട്ട നായർ തറവാട്ടിലെ അംഗമാണ് ശ്രീരംഗദാസ സ്വാമികൾ. പുലയരാതി സഹോദരങ്ങളുടെ വീട്ടിൽ ചെന്ന് കുട്ടികളെ പഠിപ്പിച്ച് അക്ഷരജ്ഞാനം പകർന്നു കൊടുത്ത് സംസ്കാരവും വാസനയുമുള്ള യുവാക്കളെ വൈദികമയമായ കാര്യങ്ങളും ഈശ്വരീയപരമായ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചുകൊണ്ട് ഈശ്വരീയമായ വെളിച്ചം വീശിക്കൊണ്ട് ആ പ്രദേശത്തിൻ്റെ ഇരുട്ടകറ്റുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അതായത് ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ള ശ്രീരംഗദാസ സ്വാമികൾക്ക് ജാതി മത ഭേദചിന്തകളുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ സ്വാമിയുടെ സ്വഭാവം ഒരു കൃത്രിമത്വവും ഇല്ല. കാരുണ്യമുള്ള ചിരി, വെളുത്ത സുമുഖമായ മുഖം, വെളുത്ത വസ്ത്രം, അതുപോലെ ആധ്യാത്മിക കാര്യങ്ങളിൽ ആഴത്തിലുള്ള അറിവ്, ഇത് ലളിതമായി പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ്, ഇതെല്ലാം കൊണ്ട് പെരുങ്ങോട്ടുകരക്കാരുടെ പ്രിയപ്പെട്ടവനായി മാറുകയാണ് ശ്രീരംഗദാസ സ്വാമികൾ. അങ്ങനെ കുട്ടികളെ ഒരു നാടിൻ്റെ വളർച്ചയിലേക്ക് എത്തിക്കുന്നത് നമുക്കിപ്പോൾ പ്രായമായവർ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊച്ചുകുട്ടികളാണ് ഇവിടെ പഠിച്ച് വളരേണ്ടത്. മിക്കവാറും പ്രഭാഷണങ്ങൾ കേൾക്കാൻ പ്രായമുള്ളവരാണ് കൂടുതൽ എത്തുക. കൊച്ചുകുട്ടികൾ അപൂർവമായ അമ്മമാരൊന്ന് കയ്യിൽ പിടിച്ച് കൊണ്ടുവന്നെങ്കിലായി. പക്ഷെ കൊണ്ടുവന്ന കുട്ടികളുണ്ടല്ലോ, അമ്മയുടെ കയ്യിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ സംസ്കാരം അവർ കുറച്ചെത്തുമ്പോൾ അത് മുളച്ചു വരും.
അതുകൊണ്ടാണ് കൈ പിടിച്ചോണ്ട് വരിക. അവരെയൊക്കെ ഇതുപോലെ സത്സംഗത്തിലും ക്ഷേത്രത്തിലേക്കൊക്കെ വരുമ്പോൾ അപ്പോൾ കുഞ്ഞു കുട്ടികളെ കഥകൾ പറഞ്ഞു കൊടുത്ത്, കടങ്കഥകൾ പറഞ്ഞു കൊടുത്ത്, ഈശ്വരീയമായ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ ബുദ്ധി വികസിപ്പിച്ച് ഈശ്വരീയമായി വെളിച്ചം വീശി. പിന്നെ സ്ത്രീകളെ, ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബം നന്നായി എന്നുള്ളതാണ്. ഇപ്പം നമുക്കിവിടെ സ്ത്രീകളാണ് കൂടുതലുള്ളത്. ഒരു ഏറ്റവും കൂടുതൽ മുന്നിൽ കണ്ടത് ഒരു സ്ത്രീകളെയാണ്. കാരണം ഒരു സ്ത്രീയിലാണ് ഒരു സഹനവും ക്ഷമയും കൂടെ കണ്ടത്. അതാണ് ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പ്. ഇത്രയും ഏറ്റവും നല്ലതായ രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിനെ നമുക്ക് എടുത്താൽ അവിടെ ഒരു സ്ത്രീയുടെ ത്യാഗത്തിൻ്റെയും കഥനത്തിൻ്റെയും ഒക്കെ കഥയുണ്ടാവും. ത്യാഗമാണ് സ്ത്രീക്ക് വേണ്ടത് എന്ന് ശ്രീരംഗദാസ സ്വാമികൾ പറഞ്ഞു കൊടുത്തു. സ്ത്രീകളെ ഒരുമിച്ച് ചേർത്തിട്ട് നല്ല സഹനം ഉണ്ടാകണം, ക്ഷമയുണ്ടാകണം. ഇതൊക്കെ തൻ്റെ അമ്മയിൽ നിന്ന് തന്നെയാണ് ശ്രീരംഗദാസ സ്വാമികൾ പഠിച്ചത്. സ്ത്രീമിത്ര ശതകം എന്ന് വിഭജിച്ചിട്ടുണ്ട് ശ്രീരംഗദാസ സ്വാമികളും. സ്ത്രീമിത്ര ശതകം 1921 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ 21ാമത് യോഗം കൂടുമ്പോൾ സ്ത്രീകൾ ഡോക്ടർ പൽപ്പുവിൻ്റെ മാതാവ് പപ്പമ്മയുടെ നേതൃത്വത്തിൽ ഒരു സഭ കൂടുകയും സ്ത്രീകൾ സംഘടിപ്പിക്കണമെന്നും സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് കരുതി ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചപ്പോൾ ശ്രീരംഗദാസ സ്വാമികൾ എഴുതി കൊടുത്തതാണ് സ്ത്രീമിത്ര ശതകം എന്നത്. വളരെ ശ്രേഷ്ഠമാണ്. അതൊക്കെ എടുത്തു വെച്ച് വായിക്കുക അല്ലേ. സന്താനച്ചകൈക്കൊണ്ടു വിധി പോൽ കാന്തസംഗമം ചെയ്യുവിൻ നിന്നടിക്കർമ്മം ക്ഷണഭംഗുരം അല്പാനന്ദം കൊണ്ട് ഒരനൽപാനന്ദം തന്നോർമ്മ വന്നിടാൻ ഈശൻ ചെറിയൊരാനന്ദം തന്നതാണെന്നുറയ്ക്കണം. ചിലരിച്ചെറിയാനന്ദം കുഴിയിൽ തന്നെ മുങ്ങിയും പൊങ്ങിയും താണുമാസത്ത ബ്രഹ്മാനന്ദം മറപ്പുതേ. മനസ്സിലായോ എന്നറിയില്ല. അതായത് ആനന്ദം തേടി നടക്കുകയല്ലേ നമ്മൾ. അപ്പൊ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓർക്കും സ്ത്രീ പുരുഷ സംയോഗമാണ് ലോകത്തിൽ ഏറ്റവും വലിയ ആനന്ദമുള്ള പ്രവൃത്തി എന്ന് കരുതുന്നു. പക്ഷെ ഗുരു പറയാ, ശ്രീരംഗദാസ സ്വാമികൾ പറയാ, സന്താനേച്ഛയ്ക്ക് വേണ്ടിയാണ് സ്ത്രീ പുരുഷ സംഗമം അല്ലെ. അതിൽ നിന്നുണ്ടാകുന്ന സുഖം ക്ഷണഭംഗുരമാണ്. ഗുരു പറയാണ്, അല്പാനന്ദം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഭൗതികമായ സുഖങ്ങൾ, നല്ല ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് സുഖഭോഗങ്ങൾ അനുഭവിക്കുമ്പോഴോ ഉള്ള സുഖമൊക്കെ ആത്മാനന്ദത്തിൻ്റെ ഒരു തരി മാത്രമേ ഉള്ളൂ. അതിലും 100 ഇരട്ടി 10,000 ഇരട്ടി അക്കങ്ങൾ കൊണ്ട് പറയാവുന്നത്ര ഇരട്ടിയാണ് ആത്മാനന്ദമെന്ന് അനുഭവിച്ചുകൊണ്ടാണ് ദിവ്യശ്രീ ശ്രീരംഗദാസ സ്വാമികൾ പറഞ്ഞത്. അല്പമായ ആനന്ദം നിങ്ങൾക്ക് തന്നെ എന്തിനാണെന്നറിയോ? വീണ്ടും വീണ്ടും ആ ആനന്ദത്തിൽ പോയി കളിച്ച് കുളച്ച് മറിയാനല്ല, അതിലും വലിയ ആനന്ദം നിന്നിരിക്കുന്നുണ്ട്. ആത്മസുഖം അതിലും വലുതാണ്. അതൊക്കെ പറഞ്ഞേ, അല്പാനന്ദം കൊണ്ട് ഒരു അല്പാനന്ദം, ആ വലിയ ആനന്ദത്തെ അറിയുവാൻ ഈശൻ ചെറിയൊരാനന്ദം തന്നതാണെന്ന് ഉറയ്ക്കണം. കൊച്ചു കൊച്ചു ആനന്ദങ്ങള് തന്നത് എന്തിനാ? വലിയ ആനന്ദം നിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ടെന്ന് ഓർമ്മിപ്പിക്കാനാണ്. പക്ഷെ നമ്മളിത് ഓർക്കുമോ? നമ്മള് ചെറിയ ആനന്ദക്കുഴിയിൽ തന്നെ വീണ്ടും വീണ്ടും ഭൗതിക സുഖങ്ങളിലേക്ക് അഭിനയിച്ചു പോകുന്ന മനുഷ്യൻ ഈ സത്താം ബ്രഹ്മാനന്ദം മറപ്പുതേ. ശ്രീരംഗദാസസ്വാമികൾ എഴുതി കൃതിയാണ് അല്ലേ. അങ്ങനെ പെരുങ്ങോട്ടുകരയിലെ സ്ത്രീകളെയും യുവാക്കളെയും പുരുഷന്മാരെയും എല്ലാം വളരെ ആത്മീയതയോടെ അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് തമസ്സാർന്ന് കിടന്നിരുന്ന, ഇരുളാർന്ന് കിടന്നിരുന്ന ഒരു പ്രദേശത്തെ അറിവിൻ്റെ വെളിച്ചം വീശിക്കൊണ്ട് മുന്നേറുകയാണ്. അറിയാം, ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഏറ്റവും ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കുന്നതിന് ആത്മീയമായ വെളിച്ചം തന്നെയാണ്. പെരുങ്ങോട്ടുകരയിലെ ശ്രീരംഗദാസ സ്വാമികൾ കുഴിച്ചിട്ട വിത്ത് മുളച്ചു വലുതായി ഒരു വൻ വൃക്ഷമായി വളർന്നു. ജീവിത വഴിയിൽ തളർന്നു പോയവർക്ക് താങ്ങും തണലുമായി നിലകൊണ്ടു. നിരവധിയായ ആളുകളെ കൈപിടിച്ചുയർത്തി. 1917 അവിടെ പന്തി ഭോജനം നടത്തി. സഹോദരൻ അയ്യപ്പൻ നടത്തിയ പന്തി ഭോജനത്തോടനുബന്ധിച്ച് തന്നെ സർവ നാനാജാതി മതസ്ഥരെ
അധസ്ഥിതരായി കിടക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇരുത്തിക്കൊണ്ട് പന്തി ഭോജനം നടത്തി അവിടെ കഥയാകെ മാറി. സ്വജനങ്ങളിൽ നിന്ന് തന്നെ, കൂടെ ഇരുന്നവരിൽ നിന്ന് തന്നെ കുറേയേറെ വിഷമങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു. അവിടെ സോമശേഖര ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ചുമതലയെ പറ്റിയൊക്കെ സംഘാടകർക്കിടയിൽ തന്നെ ഉണ്ടായ ചില വാക്കുതർക്കങ്ങൾ സ്വാമിയെ കുറച്ചൊക്കെ വിഷമിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സ്വാമികൾ പതുക്കെ, അതായത് പന്തി ഭോജനത്തിൽ പങ്കെടുത്ത കുറേ ഇഴവ പ്രമുഖരും പുഴയരാതി സഹോദരന്മാരൊക്കെ ഉണ്ടായിരുന്നു അതിൽ. പക്ഷെ ഏതോ ഒരു ആ നാട്ടിലെ ഒരു പ്രശസ്തമായ ഭവനത്തിലെ വിവാഹത്തിന് ഈ പന്തി ഭോജനത്തിൽ പങ്കെടുത്ത ആളുകൾ ചെന്നപ്പോൾ അവരെ മൊത്തം അവിടെ നിന്ന് പുറത്താക്കുകയുണ്ടായി. ആലോചിച്ചു, ജാതീയതയുടെ എത്രയോ ക്രൂരതകൾ അനുഭവിച്ചിട്ടുണ്ടാവും നമ്മുടെ പൂർവികരെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ എനിക്ക് എത്രയോ എല്ലാത്തിനെയും ഒന്നായി കാണാൻ ശ്രമിക്കുമ്പോഴും ഇത്തരത്തിൽ അജ്ഞാനികളായ ആളുകളിൽ നിന്ന് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ശ്രീലങ്കദാസസ്വാമികൾക്ക്. അങ്ങനെ അവിടെ നിന്ന് തിരിക്കുകയാണ്. പെരിങ്ങോട്ടുകരയിൽ നിന്നും നേരെ എത്തുന്നത് വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ്. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടുമില്ല, ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടുമില്ല എന്ന് മനസ്സിൽ കരുതിക്കൊണ്ടാണ് വിശ്വനാഥ ക്ഷേത്രത്തിലെ ആ വിവേകാനന്ദ സത്രത്തിലേക്ക് ശ്രീലങ്കദാസസ്വാമികൾ എത്തുന്നത്. അല്ലേ, 1918 മുതൽ 19 വരെയുള്ള കാലഘട്ടം, 52 വയസ്സ് വരെയുള്ള ശ്രീലങ്കദാസ സ്വാമികളുടെ ജീവിതത്തിലെ ആ ഭൗതിക ജീവിതം സമർപ്പിച്ച മണ്ണ് നമ്മളിത് അറിയാതെ പോയെങ്കിൽ, ഈ ഗുരുവിൻ്റെ സമാധി ദിനം നമ്മൾ ആചരിക്കാതെ പോയെങ്കിൽ, അറിയാതെ പോയെങ്കിൽ നമ്മൾ എത്ര നന്ദിയില്ലാത്തവരായി മാറുമായിരുന്നു ആലോചിച്ച് നോക്കും. ഇവിടെ വന്നതിന് ശേഷവും നിരവധിയായ ക്ലാസുകൾ എടുത്തുകൊണ്ട് അശരണരായ ആളുകൾക്ക് സഹായമായിക്കൊണ്ട് വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഗുരുവായി നിന്നുകൊണ്ട് ശ്രീലങ്കദാസ സ്വാമികൾ എന്ന ഗുരുവിൻ്റെ ദിവ്യപുരുഷൻ അല്ലെ വീണ്ടും പെരിങ്ങോട്ടുകരക്കാർ വിളിച്ചുകൊണ്ട് പോകാൻ വന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറയുകയാണ്, നേരിട്ട് ചോദിച്ചുകൊള്ളൂ എന്ന്. അപ്പോഴാണ് ശ്രീലങ്കദാസ സ്വാമികൾ പറയുന്നത്, ഇവരെ കൊണ്ടും നമ്മെ കൊണ്ട് ഇവർക്കും ആവശ്യമുണ്ട്, ഇവർക്കും നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്, ഇനി എങ്ങോട്ടുമില്ല, ഇവിടെ തന്നെ. അതാണ് അവർ പറയുന്നത്. ഇന്ന് ലോകത്തിൽ എല്ലാവരും ഏറ്റുപറയുന്ന ഒരു വാക്കാണ് ശിവലിംഗദാസ് ശിവലിംഗത്തെ പോലെ ഒരിടത്ത് വെച്ചാൽ പിന്നെ ഇളകില്ല അല്ലേ. 1918 ജനുവരി 8-ാം തീയതി 5:30 സ്വാമിയുടെ മഹാസമാധി ഉണ്ടാകുമ്പോൾ ജനുവരി 7 തന്നെ 5.5 ഏക്കറോളം വരുന്ന ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ മുഴുവൻ സ്ഥലവും, കാരണം പനിയായിട്ട് കുറച്ച് ക്ഷീണിതനായിരുന്നു സ്വാമിയെങ്കിലും കൃത്യനിഷ്ഠകൾക്കൊന്നും ദൈനംദിന കാര്യങ്ങൾക്കൊന്നും മുടക്ക് വരുത്തിയില്ല. 7-ാം തീയതി തലേ ദിവസം പതിവ് പോലെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി സ്വാമികൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഏക്കർ കണക്കിന് സ്ഥലം ചുറ്റി കാണുകയുണ്ടായി. ചുറ്റി നടന്നു. അവസാനം സ്വാമിയുടെ ആ സമാധി സ്ഥലത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ അവിടുന്ന് മണ്ണ് എടുത്ത് കയ്യിലെടുത്തുകൊണ്ട് സ്വാമി പറയുകയാണ്, ഇവിടെ കൊള്ളാം, ഇവിടെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം എന്ന് പറയുകയാണ്. അതിനു മുമ്പ് തന്നെ ഒരു സമാധിയുടെ സൂചനകൾ നൽകിയിരുന്നു. അപ്പുശാന്തികളോട് പറയുന്നുണ്ട് അല്ലേ, ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാതിരുന്ന നിസ്സഹായ അവസ്ഥയിൽ സ്വാമിയുടെ മുമ്പിലേക്ക്, ശ്രീലങ്കദാസ സ്വാമികളുടെ മുമ്പിലേക്ക് ഒരു തുണി ഉടുക്കാനില്ലാത്തത് കൊണ്ട്, കീറ വസ്ത്രമായതുകൊണ്ട് സ്വാമിയുടെ മുമ്പിൽ വരാൻ മടിയാണ് സ്വാമി എന്ന് അമ്മ പറഞ്ഞപ്പോൾ അവനെ ഒന്ന് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുസ്വാമികളെ ശ്രീലങ്കദാസ സ്വാമിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഉടുത്ത തുണി കീറിയത് കൊണ്ട് ലജ്ജിച്ചാണ് നിന്നിരുന്നത്. സ്വാമി പറയുകയാണ്, ഇനി ഒന്നിനും മുട്ടില്ല, നന്നായിക്കൊള്ളും. വൈദികം പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു അല്ലേ. ജീവിതത്തിൽ ഏറ്റവും സമ്പന്നനായി വളർന്ന ആ അപ്പുസ്വാമികൾ തന്നെയാണ് ആ പുലർച്ചെ 5:30, അതായത് അന്ന് മുഴുവൻ ചുറ്റിക്കണ്ട് വിവേകാനന്ദ സത്രത്തിലെ റെസ്റ്റ് എടുക്കുമ്പോൾ അപ്പുസ്വാമികൾ തലേദിവസം ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, നാളെ നാമങ്ങ് പോകും എന്ന് പറയാനുണ്ട്. അപ്പോൾ വിചാരിക്കുന്നത് ശിവഗിരിയിൽ നിന്നും അരിപ്പുറത്ത് നിന്നൊക്കെ പോകുന്നിട്ട് കുറേ നാളായില്ലേ, പെരുങ്ങോട്ടുകരയിൽ നിന്നൊക്കെ കുറച്ചായില്ലേ, അപ്പം അങ്ങോട്ട് പോകുന്നു എന്നാണ് എല്ലാവരും കരുതിയത്. നാളെ നാമങ്ങ് പോകും എന്ന് പറഞ്ഞു.
അപ്പോൾ ആരും അതത്ര എന്താണ് സ്വാമികൾ പറയുന്നത് എന്ന് അത്ര എടുത്തില്ല. പക്ഷെ പിറ്റേ ദിവസം മരുന്നുമായി സ്വാമിയെ വിളിച്ച് ഉണർത്താനായിട്ട് അപ്പശാന്തികൾ എത്തുമ്പോഴാണ് സ്വാമികളെ സമാധിയിലായ അറിയുന്നത് 5:30 അല്ലേ. യാതൊരു ഭൗതിക ക്ലേശങ്ങളും അകറ്റാതെ പുണ്യമായ ആ ഒരു മഹാപരിനിർവാണം അടഞ്ഞത് അല്ലേ. അതായത് പുണ്യാത്മാവ് ഈശ്വരനായ മാറിയ പരമ്പൊരുളാണ് സ്വാമികൾ. എൻ്റെ ഗുരുവിനോടൊപ്പം തന്നെ അല്ലേ. ആരോടുമുള്ളിൽ ഒരു വൈരം ഉദിച്ചിടാതെ അല്ലേ, മാരണമെടുത്ത ശരമേറ്റ് മരിച്ചിടാതെ അല്ലേ, ധീരത്വമാകുന്ന ശിവ തെറ്റുകൾ ചെയ്തിടാതെ ഗൗരീശനിപ്പതിന് എനിക്ക് വരം തരണം എന്ന് പറഞ്ഞ ശിവദാസ സ്വാമികളുടെ ആ പുണ്യമായ മഹാസമാധി ദിനത്തിലെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളായ നിങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ സാക്ഷാത്കാരമാണ്. അതല്ലാതെ ഭൗതിക ജീവിതത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് അവളുടെ ജീവിതത്തെക്കാൾ അപ്പുറം ആത്മീയത എന്നൊരു തലം കൂടി ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ആത്മീയതയിൽ അധിഷ്ഠിതമായ ഒരു ഭൗതിക ജീവിതം ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഈ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥന പങ്കെടുക്കുന്ന കുറച്ച് അമ്മമാരാണുള്ളത്. അപ്പോൾ കുറച്ച് പേര് മാത്രമാണ് നമുക്കിവിടെ സ്റ്റേജൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഗുരുവിനെ നേരായ രീതിയിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ആളുകളൊന്നും അല്ല ഇവിടെ വരേണ്ടത് അല്ലേ. നിരവധിയായ ആളുകൾ വരേണ്ടതുണ്ട്. ഗുരുവിൻ്റെ ജന്നി നവരുന്ന മഞ്ജരിയും മുനിചര്യ പഞ്ചകം പോലെയുള്ള കൃതികളൊക്കെ തർജ്ജമ ചെയ്തു തന്നിട്ടുണ്ട് ശ്രീരംഗദാസ സ്വാമികൾ. അങ്ങനെ ദിവ്യശ്രീ ശ്രീരംഗദാസ സ്വാമികളുടെ ആ സമാധി മണ്ഡപത്തെ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ കാരുണ്യം ഞങ്ങളിലെല്ലാം വർഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ കൂടുതൽ 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 അഭിവൃദ്ധിയുള്ളതാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾ സന്തോഷവും ശാന്തവുമായി ജീവിക്കാൻ ഇടയാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മീയമായ ഉയർച്ചയിലേക്ക് എത്തുവാൻ സാധിക്കണേ, അതിന് ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുപരമ്പരയെ ആകെ വന്ദിച്ചുകൊണ്ട് സമാധി പീഠത്തെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുകയാണ്. എനിക്ക് ഈ വേദിയിലേക്ക് അവസരം തന്ന ഈ ക്ഷേത്ര ഭാരവാഹികളോടുള്ള എൻ്റെ സ്നേഹം സുഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. ഗുരുവോ സത്. പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സംബന്ധിച്ച് സ്വാമികളുടെ ജീവചരിത്രത്തെ സംബന്ധിച്ച് വളരെ സ്പഷ്ടമായി ഇവിടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഈ പ്രദേശത്തെ പല ഭക്തർക്കും ഒരുപക്ഷെ സ്വാമി എന്ന് പറയുന്നതല്ലാതെ സ്വാമിയുടെ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നുണ്ടോ, സ്വാമിയുടെ ജീവചരിത്രത്തെക്കുറിച്ച് പലർക്കും അറിവ് കുറവാണ്. എന്തായാലും നമ്മുടെ ടീച്ചർ വളരെ സവിസ്തരം സ്വാമിയുടെ ജീവചരിത്രത്തെ സംബന്ധിച്ചുകൊണ്ട് വിസ്തരിക്കുകയുണ്ടായി. ടീച്ചർക്ക് അനുഗ്രഹ പ്രഭാഷണം നന്ദി. ഈ സഭയ്ക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ക്ഷേത്ര കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ NG പ്രവീൺ കുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അന്നദാനം കരുതിയിട്ടുണ്ട്.